ക്രിസ്മസ്. ഈ കേരള ലോട്ടറിയിൽ വല്ല തട്ടിപ്പുണ്ടോ? അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ. അല്ല, കേരള ലോട്ടറിയിൽ തട്ടിപ്പ് എന്ന രൂപത്തിലല്ല. ലോട്ടറി കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന പ്രധാനപ്പെട്ട 2 ഘടകങ്ങളായ മദ്യവും അതേപോലെ ബീവറേജ് കോർപ്പറേഷൻ, അതോടൊപ്പം തന്നെ ലോട്ടറി വകുപ്പും. അതാണ് സർക്കാരിന്റെ നിശ്ചിത വരുമാനം ഖജനാവിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ തട്ടിപ്പ് എന്ന് പറയാൻ വയ്യ, ഇടയ്ക്ക് അൺസോൾഡിലേക്ക് പ്രൈസ് പോകുന്നു മാത്രം. ഓക്കെ, ഈ ഫുള്ള് പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓണമമ്പറൊക്കെ ആണെങ്കിൽ 25 കോടി. അത് എന്തുകൊണ്ട് സർക്കാർ ഫുള്ള് കൊടുക്കുന്നില്ല? അതിനെന്തെങ്കിലും നഷ്ടമുണ്ടോ ഫുള്ള് കൊടുത്താൽ? അതെന്താണ് ഫുള്ള് കൊടുക്കുന്ന നഷ്ടത്തിൽ? ഇപ്പോൾ ഫുള്ള് കൊടുക്കൽ സാധ്യമല്ല ഉള്ളത്. കാരണം കേന്ദ്ര GST നിയമം വന്നതിന് ശേഷം ലോട്ടറിയെ കൂടി GST ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്രം. അതുകൊണ്ട് തന്നെ അത് മുഴുവനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നിയമപരമായിട്ട് പ്രശ്നങ്ങളുണ്ട്. GST ഉൾപ്പെടുത്തിയ കാരണം അതല്ല. അപ്പോൾ ഫുള്ള് കൊടുക്കുന്നത് എന്നുള്ളത് നല്ല കാര്യം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രായോഗികമല്ല ഉള്ളതാണ്. എന്നാലും 25 ഒരു 20 കൊടുത്തൂടെ? 12 കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങളെ ഒരു പറ്റിക്കണ പരിപാടിയല്ലേ? തീർച്ചയായും അല്ല, മറ്റൊന്നും. പക്ഷെ ഭാഗ്യവാനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് 12 കോടി 500 ഭാഗ്യവാനെ സംബന്ധിച്ചോളം 12 കോടി കിട്ടലാണ്. പക്ഷെ പിന്നീട് 30 ഒരു ഉറക്കാൻ തന്നെ പറ്റില്ല എന്നാണ്. അത് മറ്റു സാഹചര്യം. പക്ഷേ ഇതിന് ബമ്പറിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. പിന്നെ കേരള ലോട്ടറി എല്ലാ ദിവസവും 6 ദിവസം ഉണ്ടെങ്കിലും ചില ദിവസങ്ങളിൽ അൺസോൾഡിലല്ലാതെ പ്രൈസ് പോകുന്നുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കാം, ഒരു ദിവസം ഇപ്പോൾ 1 കോടിയാണ് സമ്മാനം. 1 കോടി കൂടെ സമ്മാനം ഇപ്പോൾ ഇല്ല. 50 രൂപ ടിക്കറ്റിനാക്കിയ ശേഷം. പക്ഷെ 1 കോടി സമ്മാനിക്കുമ്പോൾ 5000 രൂപയുടെ പ്രൈസ് കുറച്ചിട്ടുണ്ട്. 23 എണ്ണം ഉള്ളത് ഇപ്പോൾ 5000 രൂപയുടെ 18 ആക്കി കുറച്ചിട്ടുണ്ട്. 18 പേർക്ക് 5000 രൂപ. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് 360 ദിവസം ബാക്കി എടുക്കുമ്പോൾ ഒരു കൊല്ലത്തിൽ 360 കോടീശ്വരന്മാർ കേരളത്തിൽ ഉണ്ടാവണം. 10 കൊല്ലത്തിൽ 3600 കുടുംബങ്ങൾ കോടീശ്വരന്മാരായി മാറണം. പക്ഷെ ഫലത്തിൽ കാണുന്നില്ല. അവിടെയാണ് ആളുകളുടെ സംശയം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും? കോടീശ്വരന്മാർ എവിടെ പോകുന്നു? നമ്മൾ പത്രം വായിക്കുമ്പോൾ പട്ടാമ്പി അല്ലെങ്കിൽ പാലക്കാട് ജില്ല, പിന്നെ അല്ലെങ്കിൽ കോതമംഗലം, എറണാകുളം എന്നൊക്കെ കാണും. പക്ഷേ അവിടെ സത്യത്തിൽ സംഭവിക്കുന്നത് അത് അൺസോൾഡ് ആയിട്ട്, അത് വിൽക്കാതെ ഇതുപോലെ ഏജന്റിന്റെ മേശപ്പുറത്തുള്ള ടിക്കറ്റിനാണ് വിൽക്കുന്നത്. അത് സർക്കാരിലേക്ക് നമ്പർ അവർ തിരിച്ചു വിട്ടു. അപ്പോൾ ഗവൺമെന്റിനെ കൂടുതൽ അടിക്കുന്നുള്ളതാണ്. അതാണ് വസ്തുത. ചുരുക്കം പറഞ്ഞ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മഹത്വവൽക്കരിച്ച ഒരു സർക്കാർ നടത്തുന്ന തട്ടിപ്പ് എന്ന് പറയാം. അതായത് സർക്കാർ നടത്തുന്ന ചൂതാട്ടം എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ നമ്മള് അതേപോലെ അതിന് മറ്റൊരു ഭാഗ്യപരീക്ഷണം ഭാഗ്യപരീക്ഷണം തട്ടിപ്പാണെങ്കിലും പൂർണ്ണമായും ഭാഗ്യപരീക്ഷണം എന്ന് പറയാൻ വയ്യ. അല്ലെങ്കിൽ ചില ദൂരത്തിൽ സർക്കാരിനെ പറഞ്ഞില്ല, വരെ ദൂരത്തിലേക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രൈസ് വലിയ 1 സമ്മാനം പ്രതീക്ഷിക്കണ്ട. അത് അപൂർവമുള്ളൂ. മാസത്തിൽ 2 3 അത് ഈ ബമ്പർക്ക് മാത്രമേ കിട്ടുള്ളൂ അല്ലേ? അതെ. മറ്റൊക്കെ മറ്റെല്ലാം സർക്കാരിലേക്ക് പോകും. അപൂർവമായിട്ട് കിട്ടുള്ളൂ. മാസത്തിൽ 2 3 പ്രൈസ് പുറത്തേക്ക് പോകുള്ളൂ. ബാക്കി 26 ബമ്പർ പുറത്തേക്ക് പോയില്ലെങ്കിൽ ജനങ്ങൾ അറിയുന്നുള്ളതാണ്. അതാണ് വസ്തുത.